ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ. എന്റെ ഫോൺ ഗൈസ്, എല്ലാരും ഐശുവിന് വേണ്ടി 2 മിനിറ്റ് പ്രാർത്ഥിക്കേണ്ടതാണ്. ദൈവമേ കൈ ഓക്കെ കഴിച്ചു തുടങ്ങാം. ഹലോ ഗായ്സ്, നാളെ ഐശുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് 25 ആയിട്ടുണ്ട്. 26-നാണ് ഐശുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഇപ്പോൾ ജോ പള്ളിയിൽ കുമ്പസാരത്തിന് പോയിട്ടുണ്ട്, ഐശു ജിമ്മിൽ പോയിട്ടുണ്ട്. ജോ ഇപ്പോൾ എന്നെ വിളിച്ചു, ജോ പുറത്ത് വെയിറ്റ് ചെയ്യുവാണ്. ഐശു നമുക്ക് ട്രീറ്റ് തരുന്ന റെസ്റ്റോറൻറ്റിൽ ഞാൻ ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്ക് ഞാൻ നാളെ അവിടെ നേരത്തെ എത്തിക്കും. എത്തുന്ന സമയത്ത് സർപ്രൈസ് ആയിട്ട് ഈ മ്യൂസിക്കൊക്കെ ഇട്ടുകൊണ്ട് തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് സീ എങ്ങനെ ഇത് വർക്കാവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കേക്ക് മേടിക്കാൻ പോകാം. ഇത് നമ്മുടെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാർക്കാണ് കേട്ടോ ഈ കാണുന്ന ഈ വേലിക്കപ്പുറം. ഞങ്ങളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ ബോറടിച്ചിരിക്കുന്ന സമയം വെറുതെ ഈ പാർക്കിലോട്ട് ഇങ്ങനെ നടക്കും. പിന്നെ ചില സമയങ്ങളിൽ വൈകുന്നേരം ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങുന്നൊരു പാർക്കാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ എങ്ങോട്ട് പോകുന്നു? അമ്മാസ് പേസ്ട്രിയിലോട്ട് പോവുകയാണ്. അതായത് ഇവിടുത്തെ ഒരു നല്ലൊരു ബേക്കറിയാണ്. ബേക്കറിയിലോട്ട് പോവുകയാണ്. ഐശുവിന് ഇന്ന് കൊടുത്താണ് നമ്മൾ പറ്റിക്കാൻ പോകുന്നത്. ഇതാണ് ആഘോഷിൻ്റെ ബർത്ത്ഡേ കേക്ക് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കേക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സ്കാൻ ചെയ്ത് നോക്കുവാണ്. കേക്ക് കസ്റ്റമൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഐശുവിന് ഒരു ക്രിക്കറ്റ് ടീം, ഐശു ഒരു ബിഗ് RCB ഫാനാണ്. അങ്ങനെ ക്രിക്കറ്റ് ടീമിൽ ചെയ്യാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു ഹാഫ് kg കേക്കിൻ്റെ ആവശ്യമുള്ളൂ. അവർ 1.5 kg കൂടുതൽ മാത്രമേ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്ലാൻ ഞങ്ങൾ ഉപേക്ഷിച്ചു. അപ്പോൾ ഇന്ന് മുറിക്കാനായിട്ട് നമ്മളൊരു കുഞ്ഞ് ക്യൂട്ട് കേക്ക് മേടിച്ചിട്ടുണ്ട്. നാളത്തേക്ക് കേക്ക് ഒരു 20 മിനിറ്റ്സ് മുന്നേ വന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ വരാം ഇങ്ങോട്ട്. Happy birthday to you. Happy birthday. Happy birthday to you. Yay. ഐശുവിന്റെ ബർത്ത്ഡേ ആയി. വെൽക്കം ടു 23. അഡൽട്സ് ഡേ. തിരി ഒന്ന് ഒരു ക്ഷണിച്ചതായി ശോത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. കൊച്ചെല്ലാം അവസാനം കുത്തി അങ്ങ് എടുക്ക്. കുത്തി എടുക്ക്. എടോ ഇതിനകത്ത് വീഡിയോ വരുന്നേ കേട്ടോ. ഇത് ലോങ് വീഡിയോയാ. ഇവിടെ ആരാടാ പിറകില്? ഹായ് പറയൂ. വരും, ഇതല്ലാതെ വരാതെ. ഹായ് പിന്നെ മെറുമിനു. ഇതൊന്നും ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. എടാ ഐശു, തന്റെ ട്രോൾ വീഡിയോയെ കുറിച്ച് തന്റെ അഭിപ്രായം പറയൂ. ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൂ. അതെ, എനിക്കത് ഇപ്പൊ കേട്ടൊരു ട്രോമയാണ് ആ പാട്ട് കേൾക്കുമ്പോ. ബൈ ഗൈസ്.
ഐഷു സ്വന്തമായിട്ട് പാടി കമ്പോസ് ചെയ്ത പാട്ട് ഞാനൊന്ന് വൈറലാക്കിയായിരുന്നു, അതിൻ്റെ എഫക്റ്റാണിത്. അങ്ങനെ ജോ നമ്മുടെ ഐശ്വര്യ ഗിഫ്റ്റ് കൊടുക്കുന്ന മൊമെന്റ് ആണ് കേട്ടോ. ഐഷു പിറ്റേന്ന് ജോ മേടിച്ചോട്ട് ടീഷർട്ടൊക്കെ ഇട്ട് ജിമ്മിൽ പോകുന്ന സീനാണിത്. നമ്മൾ ആ വഴിക്ക് ബേക്കറിയിൽ പോകുന്നുണ്ട് ഐഷുവിന് കേക്ക് മേടിക്കാനായിട്ട്. ജോ ഹോസ്റ്റലിൻ്റെ അങ്കിളിൻ്റെ വണ്ടി എടുത്തിട്ട് വരും. അപ്പോഴേക്കും നമ്മൾ സ്കൂട്ടിയിൽ റെസ്റ്റോറൻറ്റിൽ പോകും. ഈ ക്യാൻഡിൽസ് ഒക്കെ ജോ മേടിക്കും. ഇനി എനിക്ക് ഫ്ലവേഴ്സ് വാങ്ങിക്കണം ഐഷുവിന് വേണ്ടിയിട്ട്. ഇതാണ് ഐഷുവിന് വേണ്ടി മേടിച്ച കേക്ക്. ഐഷുവിന് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് മേടിച്ചത്. ഐഷു ഒരു റെഡ് യെല്ലോ ആ ഒരു ഷെയ്ഡിൽ വരുന്ന ഡ്രസ്സാണ് ഇടുന്നത്. അതുകൊണ്ട് ആ കളറിലുള്ള ഫ്ലവേഴ്സാണ് ഞാൻ ഗിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് വാങ്ങിക്കാനായിട്ട് പോവാം. ഇത് ഞാൻ ഫ്ലവേഴ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം റോസും പിന്നെ വേറൊരു ഫ്ലവറും കൂടിയാണ് എടുത്തത്. പിന്നെ മാറ്റിയിട്ട് 2 റോസ് തന്നെയാക്കി. ഇത് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഈ ഒരു കടയിൽ. ഞാൻ എപ്പോഴും പൂ മേടിക്കുന്ന ഒരു കടയാണിത്. അപ്പോൾ റെഡ് റോസും ഒരു യെല്ലോ പോലത്തെ റോസുമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതൊരു ബൊക്കെ പോലെ ആക്കി തരാനായിട്ട് ആ ചേട്ടനോട് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബൊക്കെ ആക്കിയത് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ജോ അവിടെ സിഗ്നലിൽ വെയിറ്റ് ചെയ്യുവാണ് എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ബൊക്കെ റെഡിയാക്കി മേടിച്ചിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ആ റെസ്റ്റോറൻറ്റിലേക്കാണ്. റിബണൊക്കെ കെട്ടിയതിന് ശേഷം ആ ചേട്ടൻ ഒരു എക്സ്ട്രാ ഫ്ലവറും കൂടെ അതിൽ വെച്ച്. ഞാൻ സ്ഥിരം അവിടെ നിന്ന് മേടിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു എക്സ്ട്രാ ഫ്ലവറും കൂടെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് മേടിച്ച് ഞാൻ പോവുകയാണ്. എൻ്റെ തലയുടെ ഷേപ്പുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു എന്തോ എൻ്റെ പേര് ഹെൽമെറ്റുമായിട്ട് ഞങ്ങളിതേ പോവുകയാണ്. ഇവിടുത്തെ നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഓണറിൻ്റെ സ്കൂട്ടിയാണ് കേട്ടോ. അത് നമ്മൾ കുറച്ച് നേരത്തേക്ക് ചോദിച്ചു, പുള്ളിക്കാരൻ തന്നു. അങ്ങനെയാണ് ഞങ്ങൾ മടിവാലയിലുള്ള കാസൽ റെസ്റ്റോറൻറ്റ്. ബാംഗ്ലൂരിൽ ഏകദേശം മലയാളികളും താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ കൂടുതലും കാണാൻ കഴിയുന്നത് മലയാളി റെസ്റ്റോറൻറ്റ്സും മലയാളികളെയും ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ റെസ്റ്റോറൻറ്റിലെത്തി. അവിടെ പോയി കാര്യം പറഞ്ഞ് കേക്കും ബൊക്കയും കൊടുക്കാൻ പോവുകയാണ്. ദേ ഈ പുള്ളിയോട് എല്ലാം പറഞ്ഞ് ഞങ്ങൾ സെറ്റാക്കി തിരിച്ചു പോവുകയാണ്. ജോ വണ്ടി തിരിക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ഹോസ്റ്റലിൽ ചെന്ന് ഒന്നും അറിയാത്ത പോലെ ഇരിക്കണം. അങ്ങനെ നമ്മൾ ഐഷുവിൻ്റെ ബർത്ത്ഡേക്ക് പോകാനായിട്ട് ട്രീറ്റിന് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഐഷു ഇതുവരെ റെഡി ആയിട്ടില്ല കേട്ടോ. ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ട്. എനിക്ക് വയ്യാന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു. ശരിക്കും എനിക്ക് വയ്യാന്നുള്ളത് വാസ്തവമായിരുന്നു. അതുകൊണ്ട് ഊബർ വിളിച്ച് ഞാൻ നേരത്തെ കാസൽ റെസ്റ്റോറൻറ്റിലെത്തി. അവരൊക്കെ പതിയെ നടന്നാണ് വരുന്നത്. ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ട്. എനിക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടിയിലാണ് വന്നത്. ഇതേ ബൊക്കെയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഐശ്വര്യ അത് വരുമ്പോഴത്തേക്ക് നമുക്കിത് കൊടുക്കാം. ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ റിസർവ്ഡ് ആണ് കേട്ടോ. ഒരു മജ്ലിസ് സെറ്റപ്പാണ്.
അങ്ങനെ എല്ലാവരും എത്തി. ഐഷുവാണ് ഫസ്റ്റ് കയറിയത്. അപ്പോൾ ഐഷുവിന് ഞാൻ ബൊക്കെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പെമ്പിള്ളാരെല്ലാം വന്നിട്ടുണ്ട്. കുറേ നേരമായിട്ട് കേക്ക് എന്താ കൊണ്ടുവരാത്തതെന്ന് ആലോചിച്ച് ദേവിക്ക് ദേഷ്യം വന്നിരിക്കുന്ന എക്സ്പ്രഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഇറങ്ങിപ്പോയി കേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരുടെ അടുത്ത് പറഞ്ഞു. ഐശുദേവ് പൂവൊക്കെ വെച്ച് ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുവാണ്. ഗ്യാപ്പിൽ ഐശു ഒന്നും അറിയുന്നില്ല. കണ്ടോ ആ കൊച്ചിൻ്റെ ജോയുടെ ഫേസിലെ കള്ളലക്ഷണങ്ങൾ കണ്ടോ. നമ്മൾ നേരത്തെ വന്ന് പറഞ്ഞതൊക്കെ അപ്പാടെ പുള്ളി മറന്ന് മ്യൂസിക് വിടാതെ കവർ ഡയറക്റ്റ് കൊണ്ട് തരുമായിരുന്നു. സർപ്രൈസ് എല്ലാം പൊളിഞ്ഞ് പണ്ടാരം അടങ്ങിയ ഒരു സിറ്റുവേഷനാണിത്. വളരെ വളരെ മോശപ്പെട്ടൊരു വിഷമം പിടിച്ചൊരു അവസ്ഥയായിരുന്നു അത്. കാരണം വെച്ചാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിന് ഒരു 4% പോലും നമുക്കത് പ്രാബല്യത്തിൽ വരുത്താൻ സാധിച്ചില്ല. എന്നാലും ഹാപ്പി ആയിരുന്നു. കേക്കൊക്കെ മുറിച്ചു, പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. അതാണ്. എന്നാൽ ആ സർപ്രൈസ് മുടങ്ങിപ്പോയതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങാൻ നേരത്തെ പുള്ളി ഇരുന്ന് പറഞ്ഞ് 4 വർത്തമാനം പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഫുഡ് ഏതായാലും അടിപൊളിയാണ്. ഞങ്ങളെല്ലാവരും മന്തിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ കുറച്ച് പേര് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡ്, അതായത് ബട്ടർ നാനും ഫ്രൈഡ് റൈസും പിന്നെ കോളിഫ്ലവർ കറിയോ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു ഓർഡർ ചെയ്തത്. ഞാൻ നോർമൽ മന്തിയും ബാക്കിയുള്ളവരെല്ലാം അൽഫാം മന്തിയും ആയിരുന്നു. എനിക്കെന്തോ കൂടുതൽ മസാലയൊന്നും ഒന്ന് കഴിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ നമ്മൾ കഴിച്ചു, കിട്ടണമായിരുന്നു. പിന്നെ ഐശുവിന് ഈ ഒരു സമയത്ത് നമ്മൾ നന്ദി പറയുന്നു ട്രീറ്റ് നടത്തിയതിന്. ഗൈസ്, എല്ലാരും ഐശുവിന് വേണ്ടി 2 മിനിറ്റ് പ്രാർത്ഥിക്കേണ്ടതാണ്. ദൈവമേ കൈ ഓക്കെ കഴിച്ചു തുടങ്ങാം. ലക്ഷ്മി, അങ്ങനെ ഉണ്ട് നാരങ്ങ വെള്ളം? നല്ല നാരങ്ങ വെള്ളം കുടിക്കൽ ട്യൂട്ടോറിയൽ. അപ്പൊ ഐശുവിന്റെ ബർത്ത്ഡേ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തൊക്കെ കണ്ടന്റ്സ് വേണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.